ഇവിടെ ഈ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരേ ഹോസ്പിറ്റലിൽ ജനിക്കുന്നു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ആ പയ്യൻ ആ കുഷിനെ കണ്ടതും എവിടെ കണ്ടിട്ടുള്ളത് പോലെ ഫീലിംഗ്സ് വരുന്നു. നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. അന്നേരം ഇവർ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട് അവർ ഭയങ്കര ഫ്രണ്ട്സ് ആവാണ്. പക്ഷേ ഇവനിക്ക് മാത്രമാണ് ആ പെണ്ണിനെ കണ്ടപ്പോൾ മുതൽ ലവ് വരാൻ തുടങ്ങിയത്. അന്നേരം ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾ കടന്നു പോകുന്നു. പക്ഷേ ഇവനിക്കിപ്പോഴും ഇവന്റെ പ്രണയം തുറന്നു പറയാൻ സാധിച്ചിട്ടില്ല. അന്നേരം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മിലിറ്ററിയൊക്കെ പോവേണ്ടി വരും. അതിനായിട്ട് അവൻ വേറെ നാട്ടിലോട്ടും പോയി. അന്നേരം എനിക്ക് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ഇവനിക്ക് വരാണ്. അതായത് ആ പെണ്ണിന്റെ കല്യാണ ലെറ്റർ ആയിരുന്നു അത്. പക്ഷേ ഇവൻ ആ കല്യാണത്തിന് വരുന്നതിന് മുന്നേ തന്നെ ആ മാരേജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വിഷമമുണ്ടെങ്കിലും അവൾ സന്തോഷത്തോടെ കഴിയട്ടെ എന്ന് വിചാരിച്ച് അവൻ അവിടെ നിന്ന് കടന്നു പോകുന്നു. അന്നേരം കുറേ വർഷങ്ങൾ കടന്നു പോവാണ്. പ്രണയം തുറന്നു പറയാൻ പറ്റാത്ത പോലെ അയാൾ ഇപ്പോഴും ഖേദിക്കുന്നുണ്ട്. അങ്ങനെ പോയാൽ 80 വയസ്സാവുന്നു. അങ്ങനെ ഒരു ദിവസം ഇയാളെ പാർക്കിലിരിക്കുമ്പോൾ എവിടെ കണ്ടുമുള്ളൊരു മുഖം പോലെ ഒരാളെ കാണുന്നു. അത് വേറെ ആരുമല്ല, ഇയാളെ ലവ് ചെയ്തോണ്ടിരുന്ന ആ പെണ്ണ് തന്നെയാണിത്. അവരുടെ വെഡിങ് കഴിഞ്ഞ് വെള്ളത്തിലേക്ക് എറിയുന്നതാണ് ഇയാളെ കാണുന്നത്. സോ ഇപ്പോഴെങ്കിലും റൂട്ട് ചെയ്താലോ എന്ന് പറഞ്ഞ് അയാൾ അവരെ പ്രൊപ്പോസ് ചെയ്ത് കിസ് ചെയ്യാൻ വരുമ്പോൾ ദേ വിളിക്കുന്നു കാലം. പിന്നെ പോവാതിരിക്കാൻ പറ്റുമോ?